ഹായ്, എല്ലാവരും വോട്ട് ചെയ്തോ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വോട്ടിനെ കുറിച്ചാണ് കേട്ടോ. എനിക്ക് കുറച്ച് നാൾ മുമ്പ് വരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ ഒരു വോട്ടിങ്ങിനെ കുറിച്ചും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ വാല്യൂസിനെ കുറിച്ചൊക്കെ എനിക്ക് ഒരു തെറ്റായ കുറേ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ചിന്തിച്ച പോലെ തന്നെയല്ലേ ഇപ്പോൾ ഉള്ള കുറേ കുട്ടികളൊക്കെ ചിന്തിക്കുന്നത്. കാരണം വോട്ടിങ്ങിനെ കുറിച്ചിട്ട് വളരെ തെറ്റായിട്ടുള്ളൊരു അഭിപ്രായം പലവരുടെ ഒരു ചിന്താഗതിയിൽ ഞാൻ കണ്ടു. അതായത് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഇവിടെ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും കട്ടുമുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇട്ടാ. ഇതെല്ലാ ഇലക്ഷൻ സമയത്തും വരുന്ന വീഡിയോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. പലർക്കും ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണയില്ലാത്ത എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നെഗറ്റീവ്സിനാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും നമ്മളെന്താണ് കണ്ണു തുറന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. മറ്റു സംസ്ഥാനങ്ങളിലെ സൗകര്യങ്ങൾ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ സൗകര്യം, അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് കേരളത്തിന് നമുക്ക് ഞെട്ടിക്കുന്ന വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ മത്സരിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള മത്സരം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ ഇത്ര നല്ല രീതിയിലുള്ള വികസനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എന്താണ്, നമ്മൾ അവരുടേതായ ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ അല്ലേ. അവർ അടിപൊളിയാണ്, നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾക്ക് ഈ ഒരു സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്, നമ്മുടെ അവകാശമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. പിന്നെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും അല്ലേ, ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും അതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മത്സരിച്ചും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും തെറ്റുകളൊക്കെ തിരുത്തിയും ഒക്കെ നേടിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചെറുതായിട്ട് കാണരുത് കേട്ടോ. കാരണം അതൊക്കെ വലിയ കാര്യമാണ്. നമ്മൾക്ക് ഇതൊന്നും കിട്ടാത്ത ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ കാണുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നമുക്ക് എന്താണ് വലിയ രീതിയിലുള്ള പ്രൗഡൊക്കെ നമുക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മുടെ സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും എല്ലാ സൗകര്യങ്ങളാണെങ്കിലും പറ്റുന്ന രീതിയിൽ ഗവൺമെന്റിനെ കൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഗവൺമെന്റും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് പുതിയ വികസനങ്ങൾക്കാണെങ്കിലും പുതിയ മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിലും വോട്ട് നമുക്ക് നമ്മുടെ അവകാശമാണ്, നമ്മൾ ചെയ്യണം. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റായ ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് ഒരുപാട് ആളുകളെ പഠിക്കാനും മനുഷ്യന്മാരെ പഠിക്കാനും യാത്രകൾ ചെയ്യാനും നമ്മളെ ഈ സോഷ്യൽ മീഡിയസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നമ്മൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നുള്ളതാണ് കേട്ടോ. കാരണം എനിക്കും അങ്ങനെയാണ് ഐഡിയാസ് കിട്ടിയിട്ടുള്ളത്. കാരണം അതിനു മുമ്പ് എനിക്കും കുറേ തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല, കാരണം ആരൊക്കെയോ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കാം, രാഷ്ട്രീയ പാർട്ടികൾ നല്ലതല്ലേ, വോട്ടിംഗ് നല്ലതല്ലേ, ഇലക്ഷൻ നല്ലതല്ലേ. താങ്ക്